വയനാട് കൽപ്പറ്റയിൽ തമ്മിൽ തല്ലി സ്കൂൾ വിദ്യാർത്ഥികൾ. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലാണ് വിദ്യാർത്ഥികളുടെ കൂട്ടയടി നടന്നത്. യാത്രക്കാരും ബസ് ജീവനക്കാരും കച്ചവടക്കാരും ഇടപെട്ടാണ് രംഗം അല്പമൊന്ന് ശാന്തമാക്കാൻ കഴിഞ്ഞത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. ആദ്യം നമുക്ക് ഈ കുട്ടികളുടെ ഈ തെരുവിലെ ഈ പരിപാടി ഒന്ന് കാണാം. അവരുടെ മുഖമൊക്കെ നമ്മളൊന്ന് മറച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാണിക്കേണ്ട കുട്ടികളാണല്ലോ അവർ. പക്ഷേ അവർക്ക് കുറച്ച് മുതിർന്നവരുടെ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്. മുഖം കാണിക്കാൻ കഴിയില്ല, കുട്ടികളാണ് എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ കുട്ടികളുടെ കയ്യിലിരിപ്പ് അത്ര നല്ല കയ്യിലിരിപ്പ് അല്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കൂട്ടയടിയാണ് നടന്നിട്ടുള്ളത്. കാരണം ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉണ്ടായത്. ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ് കാണാൻ കഴിയുന്നത്. ഒരു വിദ്യാർത്ഥിയല്ല, ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ തല്ലുകൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അല്പസമയം അത് നീണ്ടു. ആദ്യം വാക്കേറ്റമായിരുന്നു. വാക്കേറ്റത്തെ തുടർന്നാണ് പിന്നെ കയ്യേറ്റം ഉണ്ടായത്. ആ കയ്യേറ്റത്തിനൊടുവിൽ ആളുകളെല്ലാം തന്നെ, അതായത് ബസ് യാത്രക്കാരുണ്ടായിരുന്നു, അപ്പുറത്ത് കച്ചവടക്കാരുണ്ടായിരുന്നു, അതോടൊപ്പം ബസ് ജീവനക്കാരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അതിനകത്ത് ഇടപെട്ട ശേഷം വിദ്യാർത്ഥികളെ ശാന്തരാക്കുകയാണ് ഉണ്ടായത്. അത് അവിടുത്തെ വിദ്യാർത്ഥികൾ, അതായത് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അല്ലെങ്കിൽ അവർ കുതറി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഈ രംഗം ശാന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് പോലീസ് സംഘം ഉണ്ടായിരുന്നു. അവരെത്തിയ ശേഷം ആണ് ഈ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയത്. മറ്റ് നടപടികൾ, കേസെടുക്കുകയോ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്താണ് കാരണമെന്ന് അറിയില്ല. വാക്കേറ്റം ഉണ്ടായിരുന്നു. ആ വാക്കേറ്റത്തിൽ നിന്ന് പൊടുന്നനെ അടിപൊട്ടുന്ന ഒരു അവസ്ഥയാണ് സ്കേൻ ഉണ്ടായത്. എന്തായാലും ആ രംഗം ശാന്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പിന്നീട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.